ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനെന്താ ഈ ചട്ടിയും മീനും വെച്ച് ഇങ്ങനെ കളിക്കുന്നതെന്നല്ലേ? ഒന്നുമില്ല, രാത്രിയായപ്പം നല്ല ഏട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്താ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. ആദ്യം തന്നെ പൊരിക്കാനുള്ള ചെറിയൊരു പോർഷൻ നമ്മൾ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദെൻ അതിൻ്റെ കൂടെ നല്ല ഏട്ടമുട്ട കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടമുട്ട കാണുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ അറിയില്ല. പക്ഷേ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ ലാസ്റ്റിൽ പറയാം. ഏട്ടമുട്ടേൻ്റെ പ്രിപ്പറേഷൻസ് യൂട്യൂബ് നോക്കി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലോണം സമയമാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏട്ട വറക്കാൻ വെക്കാം. എന്നാൽ പിന്നെ ഏട്ടമുട്ടയിൽ പാളിപ്പോയാലും നമുക്ക് വറുത്തത് വെച്ച് ചോറുണ്ണാലോ എന്നുള്ള പ്ലാനിൽ ഞാൻ ആദ്യം തന്നെ വറക്കാൻ വെച്ചു. ആക്ച്വലി ഏട്ടയ്ക്ക് കുറച്ചധികം വേവ് ഉണ്ടെന്നാണ് അമ്മേനെ വിളിച്ച് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത്. പൊതുവേ ഏട്ടൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു ടെക്സ്ചറൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഏട്ടയൊക്കെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിപ്പിക്കുക. ദെൻ എങ്ങനെയെങ്കിലുമൊക്കെ വാഷ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ മാക്കം തിന്നും. അതാണ് വേറെ കാര്യം. നമ്മൾ വറക്കാനുള്ള പീസ് മാറ്റി വെച്ച പോലെ കറിക്കുള്ള കുറച്ച് പീസ് പുരട്ടി മാറ്റി വെച്ചാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ദെൻ വറുക്കാൻ ഞാൻ നല്ല ഉടൽ ഭാഗമാണ് എടുത്തത്. ഒരു 5 ഉടലെടുത്ത് ഞാൻ പൊരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മെല്ല് ഇഷ്ടമില്ല എന്നേ ഉള്ളൂ. നമ്മൾ വറുത്താലൊക്കെ നല്ലോണം കഴിക്കും. ഇനി നമുക്ക് ഏട്ടമുട്ട പ്രിപ്പറേഷൻസ് കാണാം. ആദ്യം തന്നെ ഏട്ടമുട്ട നല്ലോണം വാഷ് ചെയ്ത്, ഞാൻ ഈ റിപ്പീറ്റഡ്ലി ഏട്ടമുട്ട എന്നിങ്ങനെ പറയുന്നില്ല, ഞാൻ മുട്ട എന്ന് പറയാം. അത് നല്ലോണം വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വേവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. എനിക്കിത് കാണുമ്പോണ്ടല്ലോ, പണ്ട് നമ്മൾ കളിക്കുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ബബിൾസ് പോലത്തെ സാധനമല്ലേ, ഈ കുപ്പിയിൽ വെള്ളത്തിലൊക്കെ ഇട്ടതിന് എങ്ങനെ ചീർത്ത് വരുന്ന സാധനം, എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഇത് ബൈ ദ ടൈം ആവുന്നുണ്ട്. മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടാലേ ആ ഒരു ഫ്ലഷ് നല്ല രീതിക്ക് വെന്ത് കിട്ടുള്ളൂ. ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനത് കണ്ടു. നമ്മളെ മുട്ട വെന്ത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ലാസ്റ്റായിട്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പൊതുവെ എന്ത് കുക്ക് ചെയ്യാനും വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. രാത്രിയായി, സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ചോപ്പറിലിട്ട് പെട്ടെന്ന് അടിച്ചെടുത്തതാണ്. ഈ ഒരു ചോപ്പർ ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഓരോരോ ചാനലൊക്കെ കണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതൊക്കെ കണ്ട് വാങ്ങിയതാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ ഐറ്റംസ് തൈര് ചെയ്യുമ്പം അല്ലെങ്കിൽ സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്ലേഡും അത്യാവശ്യം നല്ല ഉറപ്പും മൂർച്ചയും ഒക്കെ ഉണ്ട്. സോ ഇതൊരു ഈസി പീസി ഐറ്റം തന്നെയാണ്. സോ അത് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ഒരു ചോപ്പ് ചെയ്ത എല്ലാ ഐറ്റംസും, ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ആണ് ഇട്ടത്. ഇതിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് ക്രിസ്പി പോലെ മുരി പോലെ ആയാലും ഒരു പ്രശ്നമില്ല. അതിലേക്ക് കുറച്ച് മുളക് പൊടി ആൻഡ് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചത്. ദെൻ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ദെൻ അത് നല്ലോണം മസാലയിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഒന്നുമില്ല, ഈ ഒരു മുട്ടയിലേക്ക് കുറച്ചും കൂടി ആ ഒരു മുളക് പൊടീൻ്റെ ആ ഒരു ഗ്രേവി നല്ലോണം മിക്സ് ആവണം എന്ന് എനിക്ക് തോന്നി. ഓരോ ആൾക്കാരുടെ പ്രിഫറൻസാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടി അധികം മിക്സ് ആവണമെന്ന് തോന്നി. അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേവി നല്ലോണം അതിൽ പിടിച്ചിട്ട് നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫൈനൽ. നമുക്ക് ഓൾറെഡി ഞാൻ മത്തൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സൈഡിൽ നമ്മൾ ഏട്ട പൊരിച്ചതും ആൻഡ് ഈ ഒരു ഫ്രൈയും കൂട്ടിയിട്ടാണ് രാത്രി നമ്മൾ ഡിന്നർ കഴിച്ചത്. ടേബിളിൽ എപ്പോഴും നിമ്മൂൻ്റെ എന്തെങ്കിലും ഒരു ടോയ്സ് ഉണ്ടാവും. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് റീസെൻ്റ്ലി നമ്മൾ വാങ്ങിക്കൊടുത്തൊരു ടോയാണ്. ഒരു ചെറിയ ട്രക്ക് എന്തോ. എപ്പോഴും ടേബിൾ മേൽ എന്തെങ്കിലും ഒരു ടോയ് ഉണ്ടാവും. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.